വെൽക്കം ടു സാലി കിച്ചൻ. ഇന്ന് നമ്മളൊരു 10 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഷവർമയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇഫ്താറൊക്കെ വരില്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. അതുമല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷവർമേൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഗാർലിക് പേസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊതുവേ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി, കുറച്ച് വലിയ അല്ലി വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 2 പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സി അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ പുളിക്ക് ആവശ്യമുള്ള നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ മിക്സി അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി 2 സെക്കൻഡും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. തിക്നെസ് വേണ്ടതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ചായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ഓയിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഫെയിലായി പോകും. അപ്പോൾ തിക്നെസ് വേണ്ടതിനനുസരിച്ചിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കറക്റ്റ് ആ ഒരു കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ഗാർലിക് പേസ്റ്റ് വേണ്ടത്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു 4 ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ എത്രയാണോ സ്നാക്ക് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കുക. ഞാനിപ്പോൾ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു സ്റ്റീമർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 100 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ബോൺലെസ് പീസ്. എന്നിട്ട് വേവിച്ചിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ പിച്ചി എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് പൊടിച്ചിട്ടില്ല, കൈ വെച്ചിട്ട് ഇതുപോലെ പിച്ചി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് സാധാരണ ചേർക്കുന്ന പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ചിക്കൻ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തെടുത്ത ബ്രെഡാണ്. അപ്പോൾ ഇപ്പം ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കുറച്ച് വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ കളറുള്ള ഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. അപ്പോൾ ഇതുപോലൊരു ഷീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മളിത് കോണിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ കുറച്ച് വെള്ളം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് കോൺ ഷേപ്പ് ആക്കി എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നന്നായിട്ട് തന്നെ ഒട്ടി നിന്നോളും. അപ്പോൾ ഇതുപോലെ ഒരു കോൺ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റീം ചെയ്ത 4 ബ്രെഡും ഇതുപോലെ തന്നെ കോണാക്കി എടുക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഫില്ലിങ്ങിനായിട്ട് ഒരു 1/2 കപ്പോളം ക്യാബേജ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ പുളിക്ക് ആവശ്യത്തിന് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ആ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫിൽ ചെയ്തെടുക്കുകയേ ചെയ്യണ്ടോ, വേറെ പണികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു കോൺ ഉണ്ടല്ലോ, അതെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം ഒരു ടീസ്പൂൺ മയോണൈസ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കെച്ചപ്പ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുന്നതിൻ്റെ ഇടയിലും കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് ഫില്ലിങ് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കോൺ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഷവർമ വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് പണിയൊക്കെ കുറേ കുറഞ്ഞു കിട്ടും ഇങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. പിന്നെ ഓയിൽ ഫ്രൈ ചെയ്യുന്നുമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്